നമസ്കാരം, വെൽക്കം ടു myG. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് സാംസങ് ഗാലക്സി Z Fold സ്മാർട്ട് ഫോൺ. ഫോൾഡ് എന്ന് വലിയ അക്ഷരത്തിൽ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വിക്ക്ലി അൺബോക്സ് ചെയ്യാം. യെസ്, അപ്പോൾ ഗ്രേ ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്മാർട്ട് ഫോൺ പുറത്തെടുക്കാൻ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് കാണാം. യെസ്, അപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോണിലേക്ക് വരാം. അതിന് മുന്നേ ആയിട്ട് ബോക്സിൽ പിന്നെ ഉള്ളത് നമുക്കിവിടെ ആയിട്ട് ഉള്ളിലായിട്ടൊരു പേപ്പർ ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രോബബ്ലി സിം ട്രേ ആയിരിക്കാം. യെസ്, അപ്പോൾ കുറച്ച് പേപ്പർ വർക്ക്സ്, USB Type-C to Type-C കേബിൾ ആൻഡ് സിം ഇജക്ടർ ടൂൾ, അത്രയാണ് ബോക്സിൽ വരുന്നത്. അങ്ങനെ നമ്മുടെ ഗാലക്സി Z Fold4 ഞാൻ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നതിൻ്റെ കവർ സ്ക്രീനാണ്. ഇതൊരു 6.2 inches ആണ് വരുന്നത്. ആൻഡ് ഒരു കിടിലൻ ഡിസ്പ്ലേ ആണ്. നമുക്കറിയാം സാംസങ്ങിൻ്റെ ഡിസ്പ്ലേസ് എപ്പോഴും അടിപൊളിയാണ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ആൻഡ് ഇനിയാണ് ഇതിൻ്റെ ബെറ്റർ പാർട്ട് വരുന്നത്. ഒരു മാസീവ് 7.6 inchസിൻ്റെ ആണ് മെയിൻ സ്ക്രീൻ വരുന്നത്. ആൻഡ് ഒരു രക്ഷയില്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഡൈനാമിക് അമോലെഡ് 2x ഡിസ്പ്ലേ ആണ് വരുന്നത്. വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സോ ഈ ഒരു ലാർജ് സ്ക്രീനിൽ നമുക്ക് മൾട്ടി ടാസ്കിങ് എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഈവൻ മീഡിയ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ വലിയ സ്ക്രീനിൽ മീഡിയ കാണുമ്പോൾ, വീഡിയോസൊക്കെ കാണുമ്പോൾ വളരെ അടിപൊളിയാണ്. ഇനി അതല്ല, ക്വിക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ നിവർത്താതെ തന്നെ, അൺഫോൾഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ കവർ സ്ക്രീനിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഗാലക്സി Z Fold4 നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് S Pen വരുന്നില്ല എങ്കിലും ഇതിന് ഒരു S Pen സപ്പോർട്ട് ഉള്ളതാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ S Pen ഉള്ള ഏതെങ്കിലും ഡിവൈസ്, ടാബ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ S Pen ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ഒരു ഡിവൈസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. 12 GB ഓഫ് റാം ആണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 256, 512 ആൻഡ് 1 TB വരെയുള്ള മെമ്മറി ഓപ്ഷൻസും ഉണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 MP ആണ് നമുക്ക് മെയിൻ സെൻസർ വരുന്നത്. അതുകൂടാതെ ഒരു 12 MP അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. അതിനും പുറമെ നമുക്ക് 10 MP ഒരു ടെലിഫോട്ടോ ലെൻസും ഈ ഒരു ഡിവൈസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 10 MP ആണ്. അത് നമുക്ക് കവർ സ്ക്രീനിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്കൊരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറ വരുന്നുണ്ട്. അത് വരുന്നത് 4 MP ആണ്. ഫോർ ബെറ്റർ പെർഫോമൻസ് Qualcomm Snapdragon 8+ Gen 1 ചിപ്സെറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. IPX8 വാട്ടർ റെസിസ്റ്റൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഇതിനെല്ലാം പവർ ചെയ്യാനായിട്ട് ഒരു 4400 mAh ബാറ്ററിയാണ് സാംസങ് ഈ ഒരു ഡിവൈസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ സാംസങ് ഗാലക്സി Z Fold4 ഇപ്പോൾ myGയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനാണെങ്കിലും, നിങ്ങൾക്ക് ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ അറിഞ്ഞ് നേരിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിലും നിങ്ങളുടെ നിയറസ്റ്റ് myG ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിനി myGയുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. Until then, it's me, Karthik Krishnan, signing out. Thank you so much for watching.